ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് ദൈവഭക്തന്റെ ലക്ഷണം. അതിൻ്റെ ആകത്തുക ഇതായിരുന്നു: ഡിസിഷൻ മേക്കിങ്ങിൽ ദൈവം അവനെ സഹായിക്കും. ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. 2029 എന്തൊക്കെ കേരളത്തിൽ സംഭവിക്കും എന്ന് പറയാൻ ആർക്ക് കഴിയും? ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. ശരിയാണേ? ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ 2030 ഇഫക്റ്റ് ആകുന്ന ഒരു തീരുമാനം ഇന്ന് എടുക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം തന്നെ നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നു. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അടുത്ത 20, 30, 40 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നാം മുഴുവനായി കാണുന്നത്. അത് നമുക്കെങ്ങനെ തീരുമാനം പറ്റും? അപ്പം യഹോവ ഭക്തനായ പുരുഷനെ തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം സഹായിക്കും. അപ്പോൾ തീരുമാനങ്ങളിന്മേലുള്ള ദൈവസ്വാധീനം ഒരു അസാധാരണ അനുഭവമാണ്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് രൂത്തിന്റെ ഒരു തീരുമാനം. രൂത്തിന്റെ കൂട്ടു സഹോദരി, ചേച്ചി ഓർപ്പ എന്നാണ് പേര്, ഓർപ്പ. ഇവരൊരു വീട്ടിലെ 2 ചേട്ടാനിയന്മാരുടെ ഭാര്യമാരാണ്. ഈ 2 സഹോദരന്മാരും മരിച്ചുപോയി, അപ്പനും മരിച്ചുപോയി. പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയല്ല, അമ്മായിയമ്മ. എന്തൊക്കെ പറഞ്ഞാലും അമ്മായിയമ്മ ഒരിക്കലും അമ്മയാകുകയില്ല, മരുമകൾ ഒരിക്കലും മകളും ആകുകയില്ല. ഞങ്ങളൊക്കെ കല്യാണം നടത്തുമ്പം പറയാറുണ്ട്, ഈ കുട്ടിയെ നിങ്ങൾ മകളായിട്ട് കാണണം, ഈ അമ്മയെ അമ്മയായിട്ട് കാണണം എന്നൊക്കെ പറയുമെങ്കിലും അനുഭവത്തിൽ വരുത്തുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പുസ്തകത്തിൽ കാണുന്ന അമ്മ ഒരു അസാധാരണ അമ്മയാണ്. കാരണം മരുമക്കളോടുള്ള സ്നേഹവും കരുതലും വാത്സല്യവും കൗൺസിലിങ്ങും ഒക്കെ നോക്കി നിൽക്കേണ്ടതാണ്. ഇനിയും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരു തീരുമാനം എടുക്കേണ്ട സമയം വന്നു. എന്താണെന്നറിയാമോ? ഭർത്താവും മരിച്ചു, 2 ആൺമക്കളും മരിച്ചപ്പോൾ ഈ അമ്മായിയമ്മയാകുന്ന നവോമി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇപ്പം മൊവാബ് ദേശത്ത് വന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മലബാറിൽ പോണ പോലെ, അല്ലെങ്കിൽ കോട്ടയത്തു നിന്നും പാലായിൽ നിന്നൊക്കെ മലബാറിൽ പോണ പോലെ ഇച്ചിരി ദാരിദ്ര്യ സമയത്ത് ഒന്ന് മൂവ് ചെയ്തു, ഒന്ന് ഷിഫ്റ്റ് ചെയ്തു ഇച്ചിരി ദൂരോട്ട്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ദൈവം കൊടുത്ത മണ്ണാണ് അവരുടേത്. അങ്ങനെ അവിടെ ചെന്ന് പണിഷ്മെന്റ് മേടിച്ചു ദൈവത്തിൽ നിന്ന്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഭർത്താവിൻ്റെ മരണം, ആൺകുട്ടികളുടെ മരണം. ഒരു കുടുംബം ഇതിക്കുള്ള എന്നാ തകരേണ്ടത്. പക്ഷെ ഒരു ദൂത് പറയാം, എത്ര തകർന്നാലും ദൈവത്തിങ്കിലേക്കൊരു ആത്മാർത്ഥമായ മടങ്ങി വരവിന് തയ്യാറായാൽ ഈ നഷ്ടവും കഷ്ടവും ഒക്കെ ദൈവം ലാഭമാക്കും. അതിന് ദൈവത്തിന് പല വഴികളുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ സകല കയ്പും മധുരമാക്കാൻ ദൈവത്തിന് വഴികളുണ്ട്. നിങ്ങളുടെ സകല നഷ്ടങ്ങളും ലാഭമാക്കാൻ ദൈവത്തിന് വഴികളുണ്ട്.
ഓക്കെ, നവോമി തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ 2 വിധവമാരായ യുവതികളായ സുന്ദരിമാരായ പെൺപിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ നാടിതാണ്. നിങ്ങൾക്കിവിടെ ആങ്ങളമാരുണ്ട്, ചാർച്ചക്കാരുണ്ട്. നിങ്ങൾക്കൊരു സെക്കൻഡ് മാരേജ് ഈസിയാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒന്നുമില്ല. ഞാൻ തിരിച്ചു പോവുക. എനിക്ക് എൻ്റെ ബന്ധുക്കളെല്ലാം ഇസ്രായേൽ ദേശത്തുണ്ട്. എനിക്ക് അവിടെ ചെന്ന് എൻ്റെ ശവം അവിടെ അടക്കണം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ഒരു വലിയ ആഗ്രഹം, ഇപ്പോഴും അങ്ങനെ ആഗ്രഹമുണ്ട് അവർക്ക്. അപ്പോൾ മൂത്ത പുള്ളിക്കാരത്തി അമ്മയെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിൽ കരഞ്ഞു. സത്യസന്ധമായി കരഞ്ഞതാണ്. എന്നിട്ട് അവൾ അവളുടെ നാട്ടിലേക്ക് നടന്നു. അപ്പോൾ അമ്മ അനിയത്തിയായ രൂത്തിനോട് പറഞ്ഞു, മോളെ, നിനക്കും അവളെ പോലെ പോയിക്കൂടെ? നമ്മുടെ വിഷയം തീരുമാനങ്ങളിന്മേലുള്ള ദൈവത്തിൻ്റെ സ്വാധീനം. ഇവൾ ഈ അമ്മയുടെ ദൈവത്തെ കണ്ടു. ഇതിനിടയിൽ വിവരിച്ചിട്ടില്ല ബൈബിളിൽ. ഈ അമ്മയുടെ ഈ കഷ്ടതയുടെ നടുവിലത്തെ പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ കണ്ടിട്ട് ഇവൾ അമ്മയെ ശ്രദ്ധിച്ചു നോക്കി. അമ്മ വാവിട്ട് നിലവിളിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, ചെങ്കടലിനെ 2ആക്കിയ ദൈവമേ, ഇസ്രായേലിനെ മരുഭൂമി നടത്തിയ ദൈവമേ, എൻ്റെ ഭാഗത്ത് വന്ന തെറ്റെന്നോട് ക്ഷമിക്കണമേ, എന്നെ മടക്കി വരുത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേട്ട് കാണും. രൂത്ത് പൊട്ടിത്തെറിച്ചു. നിന്നെ വിട്ട് പിരിയാനും നിന്നോടുകൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ ജീവിക്കുന്നിടത്ത് ഞാൻ ജീവിക്കും, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും. നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇങ്ങനെയൊരു കാര്യം ഇതിനിടെ നടന്നു. ദൈവത്തിലുള്ള അവളുടെ ആശ്രയം അവളുടെ തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു. അവൾ ഇസ്രായേൽ ദേശത്ത് വന്ന് ഏറ്റവും രാജകീയമായ ഭവനത്തിൽ നിന്ന് വിവാഹം കഴിക്കപ്പെടുന്നു. അവളുടെ സന്തതിയായിട്ട് ദാവീദ് വരുന്നു. ദാവീദിന്റെ സന്തതിയായി മശിഹ വരുന്നു. അത്ഭുതം തോന്നുന്നുണ്ടോ? രൂത്തിന്റെ പുസ്തകം അവസാനം വരുമ്പോൾ നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. അവിടെ അയൽക്കാരത്തികൾ നവോമിക്കൊരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവൻ ഓബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. നമ്മുടെ കർത്താവിൻ്റെ പേര് ദാവീദ് പുത്രനെന്ന. അതിനകത്ത് കൊണ്ടുവന്ന് ഈ സഹോദരിയെ കണക്ട് ചെയ്തു. നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാൽ നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ തന്ന് ഇരട്ടിമാനമാക്കാൻ ദൈവത്തിന് കഴിയും. God bless you.